Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Screen കാണാൻ പറ്റുന്നുണ്ടോ? Yes. Okay. അങ്ങനെ റിക്രൂട്ട്മെന്റ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ്സിലെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ വരെ പറഞ്ഞില്ലേ? Yes. നെക്സ്റ്റ് വരുന്നത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. Forecast of manpower requirements. എന്താണ് requirements? Manpower requirements. A requisition or an intent. എന്താണ് requisition എന്ന് പറഞ്ഞാൽ എന്താണ്? Requisition. ആവശ്യപ്പെടൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ അല്ലെ, റിക്വസ്റ്റ് എന്ന രീതിയിൽ. For recruitment should be submitted by the line official. അതായത് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈൻ ഒഫീഷ്യൽ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലൈൻ ഒഫീഷ്യലുണ്ട്, അതായത് ലൈൻ മാനേജർക്ക് എന്താണ് ഒരു റിക്വസ്റ്റ് അയക്കും അല്ലെ, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കുന്നതായിരിക്കും, ഒരു ഇന്റന്റ് കൊടുക്കുന്നതായിരിക്കും. The intent should be the check against the post allotted to the department branch. എന്താണ് അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് ബ്രാഞ്ചിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ആ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അവരുടെ എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കും അതിൽ പറയുന്നത് ആ ഒരു അപേക്ഷയില്. If the intents are found correct, തന്നിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ എന്താണ് പ്രൊപ്പോസൽ റിക്വയർമെന്റ്സ് ആർ അതോറൈസ്ഡ് ആൻഡ് ഇനീഷ്യൽ പേ. അതായത് ചിലപ്പോൾ അവർ സാലറീസ് ശമ്പള സ്കെയിൽ കൂട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് അലവൻസുകളെല്ലാം കൂട്ടിത്തരുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതികളെ കുറിച്ചിട്ടായിരിക്കും ആ അപേക്ഷയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, കൊടുക്കുന്ന റിക്വസിഷനിൽ എന്തായിരിക്കും എംപ്ലോയീസിന്റെ അലവൻസസുകളോ അല്ലെങ്കിൽ മറ്റ് ഇനീഷ്യൽ പേയോ സ്കെയിലോ അല്ലെങ്കിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഇന്റന്റിൽ ആ റിക്വസിഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ കൊടുക്കുന്ന ഒഫീഷ്യൽസ് എന്താണ് അത് പരിശോധിക്കുകയും അത് സ്വീകരിക്കേണ്ടതാണെങ്കിൽ അല്ലെ, അത് പരിഹരിക്കേണ്ടതാണെങ്കിൽ എന്താണ് അത് പരിശോധിച്ചതിന് ശേഷം എന്താണ് ആ ഈ സ്കെയിലിലോ അല്ലെങ്കിൽ അലവൻസുകളിലോ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊടുക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഈ ലൈൻ മാനേജർ ആയിരിക്കും അതിന്റെ മറ്റ് പരിശോധനകൾക്ക് ശേഷം അതെല്ലാം അനുവദിച്ചു കൊടുക്കും. ഓക്കെ, സാലറി സ്കെയില് മറ്റ് അലവൻസുകൾ എന്നിവ തീരുമാനിക്കുകയും പിന്നെന്താണ് ലൈൻ മാനേജറുമായി കൂടി ആലോചിച്ചിട്ട് ജോലിയുടെ സവിശേഷതകളും മറ്റ് മാൻ പവർ സവിശേഷ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഡിസൈഡ് ചെയ്ത് അത് കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? മാനേജർമാരായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപേക്ഷയാണ് അല്ലെ, അതൊരു ഇന്റന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണത്? ലൈൻ ഉദ്യോഗസ്ഥർക്കാണ് അത് സമർപ്പിക്കുന്നത്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ ബ്രാഞ്ചിലോ ഉള്ള ഏതെങ്കിലും തസ്തികകളിൽ എന്തെങ്കിലുമൊക്കെ അനുവദിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്
സാലറി സ്കെയിലോ അല്ലെങ്കിൽ മറ്റ് അലവൻസുകളൊക്കെ അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന റിക്വസിഷൻ ആണ് എന്ത്, റിക്വസ്റ്റ് ആണ് എന്ത്, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. അതായത് മാൻ പവറിന്റെ ആവശ്യകതകൾ അല്ലെ മനുഷ്യരുടെ ആവശ്യകതകൾ, റിസോഴ്സിന്റെ ആവശ്യകതകളാണ് എന്ത് ആ റിക്വസ്റ്റിലൂടെ അവർ കാണിക്കുന്നത്. അവര് സാലറീസും അവരുടെ മറ്റ് അലവൻസുകളൊക്കെ അതിലെന്തെങ്കിലും ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അത് ആ മാനേജർ അംഗീകരിച്ചിട്ട് വേണം, പരിശോധിച്ച് അംഗീകരിച്ച ശേഷമായിരിക്കും എന്ത് അത് അനുവദിക്കപ്പെടുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റിൽ അങ്ങനെ ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. ഫസ്റ്റ് എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി, then recruitment organization, then forecast of manpower requirements. നെക്സ്റ്റ് വരുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അതായത് റിക്രൂട്ട് ചെയ്യുന്ന ഉറവിടങ്ങൾ എവിടെയാണ്, ആരെയൊക്കെ എവിടെ നിന്നൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്, എംപ്ലോയീസിനെ എവിടെ നിന്നൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമായും രണ്ട് വഴികളാണ് അല്ലെ, ഇന്റേണൽ സോഴ്സസിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നുമാണ് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് കൺസിസ്റ്റ് ഓഫ് പേഴ്സണൽ ഹു ആർ already on the payroll of an organization. Its present working force. Whenever alien is reported, somebody from within the organization will be upgraded, transferred, promoted, or sometimes demoted. Internal sources എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ് എന്ത് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നും ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. whenever any is reported somebody from, അതായത് ഒരു ഓർഗനൈസേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടും. ചിലപ്പോ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ആളെ അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ഉയർന്ന പദവിയിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തൊക്കെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. then promoted ചെയ്യുന്നു, then sometimes demoted, പ്രൊമോഷൻ കൊടുക്കുന്നത് പോലെ തന്നെ എന്താണ് ആളെ ഡിമോഷനും ചെയ്യപ്പെടുന്നു. അതെല്ലാം തന്നെ എന്താണ് ഇന്റേണൽ സോഴ്സസ് ആണ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പൊ അകത്ത് നടക്കുന്നതാണ്, ഓർഗനൈസേഷന്റെ അകത്ത് വെച്ച് റിക്രൂട്ട് ചെയ്യുന്നതാണ്. എവിടെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നു, ഉദ്യോഗസ്ഥരെ അപ്ഗ്രേഡ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, ഡിമോട്ട് ചെയ്യുന്നു. അപ്പൊ ഇന്റേണൽ സോഴ്സസ് പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ അല്ലെ. ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അതിൽ ആരൊക്കെ ഉൾപ്പെടും ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിലെ, ന്യൂ എൻട്രൻസ് to the labor force, young mostly inexperienced potential employees, the college students. ന്യൂ എൻട്രൻസ് ആണ് അവിടെ, ഫ്രഷേഴ്സിനെയാണ് അവിടെ ഔട്ട്സൈഡ് ഇൻ ഓർഗനൈസേഷൻ എടുക്കുന്നത്. അതായത് യങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഫ്രഷേഴ്സിനെ ആയിരിക്കും, പ്രത്യേകിച്ച് എവിടെ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്, കോളേജ് സ്റ്റുഡൻസിനെ അല്ലെ. കോളേജ് സ്റ്റുഡൻസിനെ പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ ആയിരിക്കും കുറച്ചും കൂടി ന്യൂട്രൻസ് ഫ്രഷേഴ്സിന് അത്ര ആലോചിക്കാൻ വേണ്ടി ഫ്രഷേഴ്സിന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഔട്ട്സൈഡ് ഓർഗനൈസേഷനിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതൊരു കാറ്റഗറിയാണ്. കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അതൊരു കാറ്റഗറിയാണ്, ഫ്രഷേഴ്സ് ആണ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് എന്ത് വരുന്നത്, അൺഎംപ്ലോയിഡ്. അൺഎംപ്ലോയിഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കാം പക്ഷെ ജോലി ഇല്ലാത്ത ആൾക്കാരെയാണ് എന്ത് നമ്മൾ പറയുന്നത് അൺഎംപ്ലോയിഡ്. വൺ ക്വാളിഫിക്കേഷൻസും സ്കില്ലും എബിലിറ്റീസും ഉണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ജോലിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കുറച്ച് കാറ്റഗറി ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അവരെയും കൂടി എന്താണ് ഔട്ട്സൈഡ് ഓർഗനൈസേഷനിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. അടുത്ത കാറ്റഗറി ആരാണ്, റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അതായത് വിരമിച്ച പരിചയസമ്പന്നരായിട്ടുള്ള പേഴ്സൺസ്. അതായത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും പക്ഷെ റിട്ടയർഡും ആയിരിക്കും,
പക്ഷെ ഹെൽത്തിങ് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾക്ക് ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈവറ്റ് ഫേംസിലൊക്കെ എന്താണ് അങ്ങനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതേഴ്സ്, മറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരെല്ലാം തന്നെ എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് ആണ് അല്ലെ. പുറത്തു നിന്നും, ഒരു ഓർഗനൈസേഷന്റെ പുറത്തു നിന്നും റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നത്? എൻട്രൻസില് to the labor force, young mostly inexperienced potential employees, college students, unemployed, retired experienced persons, and others. ഇത്രയും പേരാണ് എന്ത് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന എംപ്ലോയീസുകൾ. ഓക്കെ, ഇന്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇന്റേണൽ സോഴ്സസില് വിത്തിൻ ദ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തന്നെയായിരിക്കും അല്ലെ. വിത്തിൻ ദ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ തന്നെയാണ് അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത്. അവരെ അപ്ഗ്രേഡ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, ദെൻ സംടൈംസ് അവരെ ഡിമോട്ട് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ സോഴ്സസിൽ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ സോഴ്സസില് ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ ആണ്. കോളേജ് സ്റ്റുഡൻസുകളെ, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സെലക്ട് ചെയ്യുന്നു, അൺഎംപ്ലോയ്ഡ്സിനെ സെലക്ട് ചെയ്യുന്നു. റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്? വിരമിച്ച പരിചയ സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഒരുപാട് ഏജ്ഡ് അല്ല, നല്ല റിട്ടയർഡ് ആയിട്ട് ഹെൽത്തിങ് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരെ എന്താണ് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുക? അവർക്ക് എന്തുകൊണ്ടാണ് അവർ ആവശ്യപ്പെടുന്നത്? അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഓൾറെഡി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന് അവരെ കുറച്ച് നാൾക്കെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെയും കൂടി എക്സ്റ്റേണൽ സോഴ്സസിലൂടെ അവരെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. ദെൻ അതേഴ്സ്, മറ്റുള്ളവരെ, മറ്റു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരെ. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ സോഴ്സസിൽ വരുന്നത്. അപ്പൊ ഈ രണ്ട് സോഴ്സസ് വഴിയാണ് എല്ലാ ഓർഗനൈസേഷൻസിലും എന്ത് നടക്കപ്പെടുന്നത്? റിക്രൂട്ട്മെന്റ് നടക്കപ്പെടുന്നത്. ഓക്കെ, ഓക്കെ, ഇത് മനസ്സിലായോ? ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. സംശയമുണ്ടോ? ഇനി നമുക്ക് മെത്തേഡ്സോ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡുകൾ എന്തെല്ലാം, അല്ലെങ്കിൽ ടെക്നിക്സുകൾ എന്തെല്ലാം? 3 മെത്തേഡ്സിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. പ്രധാനമായും 3 മെത്തേഡ്സിലാണ്: ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡിലാണ്? ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്സ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്താണ്? These consist of sending traveling recruiters to educational and professional institutions. Employees contacts with the public and managed exhibits. One of the widely used direct method is that of sending recruiters to colleges and technical schools. എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മൾ നേരിട്ട് റിക്രൂട്ട് ചെയ്യണം അല്ലെ. നേരിട്ട് റിക്രൂട്ട് ചെയ്യണം എങ്ങനെയാണ്? ഓർഗനൈസേഷനിൽ, സ്ഥാപനത്തിലെ റിക്രൂട്ടേഴ്സ് അല്ലെ, തിരഞ്ഞെടുക്കപ്പെടുന്നവര് മറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ, അതായത് കോളേജസിലെ, ടെക്നിക്കൽ സ്കൂളുകളെ, മറ്റ് അതർ സ്ഥാപനങ്ങളിലൊക്കെ പോയി നേരിട്ട് എന്താണ് കാര്യങ്ങൾ, മെത്തേഡ്സുകളൊക്കെ അവതരിപ്പിച്ച് അവിടെ നിന്നും എന്താണ് കുട്ടികളെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ്? റിക്രൂട്ടേഴ്സ് അവിടെ ചെന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെന്ന് അവിടെ ചെന്ന ആൾക്കാരെ, അവിടെ ചെന്ന എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മെത്തേഡാണ് എന്ത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നേരിട്ടുള്ള നിയമനം. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് മെത്തേഡ് നേരിട്ടല്ലാതെയുള്ള തിരഞ്ഞെടുപ്പ് അല്ലെ, നേരിട്ടല്ലാതെ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ്? യെസ്, അഡ്വർടൈസിങ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് അല്ലെ. അഡ്വർടൈസിങ്, പരസ്യങ്ങളിലൂടെ നമ്മള് എംപ്ലോയീസിന്, സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട്, പോസ്റ്റുള്ള ആൾക്കാർ ആവശ്യമുണ്ട്, നമ്മൾ പരസ്യത്തിൽ കാണാറില്ല. മാഗസീൻസ്,
റേഡിയോസില്, റേഡിയോ ആൻഡ് പ്രൊഫഷണൽ ജേർണൽസില്, ടെക്നിക്കൽ മാഗസീൻസില്, പ്രൊമോഷേഴ്സിലൊക്കെ എന്താണ് അത് ഇൻക്ലൂഡ് ചെയ്യും. ഈ പരസ്യം ഇൻക്ലൂഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെയും എന്താണ് റിക്രൂട്ട്മെന്റ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു. അപ്പൊ അതൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്, അല്ലെ, നേരിട്ടല്ലാതെയാണ്. നേരിട്ടല്ലാതെ മറ്റു മാധ്യമങ്ങൾ വഴിയിട്ട് അറിയിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അടുത്തത് തേർഡ് പാർട്ടി മെത്തേഡ്സ്. അപ്പൊ എന്തായിരിക്കും തേർഡ് പാർട്ടി മെത്തേഡ്സ്? The use of commercial or private employment agencies, state agencies, placement officers of school, colleagues and professional associations, recruiting firms, management consulting firm, friends and relatives. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതർ ഏജൻസീസ് വഴി, മറ്റ് സ്ഥാപനങ്ങൾ വഴിയിട്ട് എന്താണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു, അല്ലെ? അതായത് മറ്റ് സ്റ്റേറ്റ് ഏജൻസീസ്, പലതരത്തിലുള്ള പ്രൈവറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ അത് വഴി എന്താണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വിദേശത്തൊക്കെ പഠിക്കാനായിട്ട് പോകില്ലേ? വിദേശത്തേക്കൊക്കെയുള്ള പഠനം, കാനഡ, അതുപോലെ ഇറ്റലി, അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഓരോ കൺസൾട്ടേഷൻ സെന്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? കൺസൾട്ടേഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അവരുടെ കെയർ ഓഫിലായിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് സ്ഥാപനമായിരിക്കും. അവരെന്ത് ചെയ്യും? ഇന്ന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് നമ്മളുടെ മറ്റു ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയും റിക്രൂട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ എന്താണ് ഏജൻസി വഴി നമ്മളെ അബ്രോഡിലേക്ക് അല്ലെങ്കിൽ ഏത് പ്ലേസിലേക്കാണോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതാണ് എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ അതാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡും അല്ല, ഇൻഡയറക്റ്റും അല്ല, അല്ലെ? മറ്റ് ഏജൻസികൾ വഴിയിട്ടുള്ള നിയമനങ്ങൾ, ഏജൻസി വഴിയുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് എന്ത്? തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് മെത്തേഡ് consists of sending traveling recruiters to education and professional institutions, അല്ലെ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നേരിട്ട് പോയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ റിക്രൂട്ടേഴ്സ് എന്താണ് അവിടെ പോയി, അല്ലെ, അവിടെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസിംഗ് വഴി, അല്ലെ? പരസ്യമാധ്യമങ്ങളിലൂടെ. പരസ്യമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ റേഡിയോ, ട്രേഡ് ആൻഡ് ജേർണൽസുകള്, ബ്രോഷേഴ്സുകള്, മാഗസീൻസുകള്, അതിലൊക്കെ എന്താണ് പരസ്യം കൊടുത്തിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതാണ് എന്ത്? ഇൻഡയറക്റ്റ് മെത്തേഡ്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മറ്റ് ഏജൻസീസുകൾ വഴിയിട്ട് എന്താണ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന പ്രോസസ്സാണ് എന്ത്? തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷനിലും എന്താണ് ഈ ഒരു 3 മെത്തേഡ്സ് വഴിയിട്ടാണ് റിക്രൂട്ട്മെന്റുകൾ നടത്തപ്പെടുന്നത്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിക്കണം കേട്ടോ. അടുത്തത് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. നമ്മളിങ്ങനെ റിക്രൂട്ട്മെന്റ് ഇങ്ങനെ വെറുതെ നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. അത് അസസ് ചെയ്യണം, അല്ലെ? അതിനൊരു വിലയിരുത്തൽ വേണം, അല്ലെ? അതായത് റിക്രൂട്ടിംഗ് സോഴ്സസ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റിക്രൂട്ടിംഗ് സോഴ്സ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്താണ്? ഇടയ്ക്കിടെ വിലയിരുത്തേണ്ട ഒരു പ്രോസസ്സാണ്. ഇടയ്ക്കിടെ അതിലൊരു അസസ്മെന്റ് നടത്തിയിരിക്കണം. എങ്ങനെ അതിൽ അസസ്മെന്റ് നടത്താം? അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കും, അല്ലെ? ഫോർ ദിസ് പർപ്പസ് the criteria may be the cost per applicant, applicant hiring ratio, tenure, performance appraisals, etc. എങ്ങനെയായിരിക്കും റിക്രൂട്ട്മെന്റ് നമ്മൾ അസസ് ചെയ്യാൻ പറ്റുന്നത്? അതിലൊരു പ്രത്യേക മാനദണ്ഡം ഉണ്ടായിരിക്കും. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇത് കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. എന്താണ്? അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ചെലവ്, കോസ്റ്റ് എങ്ങനെയാണ്? നിയമന അനുപാതം, ഹയറിംഗ് റേഷ്യോ എങ്ങനെയാണ്?
ടെനർ എന്താണ്? കാലാവധി. കേട്ടോ, കാലാവധി. ടെനർ എന്ന് വെച്ചാൽ കാലാവധി, അതായത് അധികാര കാലാവധി, പീരീഡ് ഓഫ് ഔട്ട് ടൈം. പെർഫോമൻസ് അപ്രീഷിയേഷൻ എന്താണ്? പ്രകടന മൂല്യനിർണ്ണയം. ആളുടെ പെർഫോമൻസ്, ആളുടെ കോസ്റ്റ്, പിന്നെ അതുപോലെ എന്താണ് അനുപാതം അല്ലെ? ആപ്ലിക്കന്റ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? നിയമനാനുപാതം. ഇത്തരം കാര്യങ്ങളായിരിക്കണം റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് എന്താണ് അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അസസ് ചെയ്തിരിക്കുന്നത്, വിലയിരുത്തപ്പെടണം. ഓക്കെ, ഓരോ പുതിയ ഏതുതരം റെഗുലേഷൻസ് ആണെങ്കിലും എന്താണ് അതിന്റെ വേണ്ട രീതിയിലത് പരിശോധിച്ചില്ലെങ്കിൽ എന്താണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വരാനുള്ള ചാൻസസ്. അപ്പൊ എന്താണ് ഏത് രീതിയാണെങ്കിലും അത് ഇടയ്ക്കിടെ അത് വാലിഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത്ര അവിടെ പറയുന്നുള്ളൂ കേട്ടോ. മെത്തേഡ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റിക്രൂട്ടിംഗ് സോഴ്സ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്. റിക്രൂട്ട്മെന്റ് സോഴ്സ് അതായത് ഇടയ്ക്കിടെ ഈ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എന്താണ് വിലയിരുത്തപ്പെടേണ്ടതാണ്. ആ ഒരു പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ റിക്രൂട്ട്മെന്റ് സെക്ഷൻസ് കഴിഞ്ഞു കേട്ടോ. റിക്രൂട്ട്മെന്റിന്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. ഇനി വരുന്നതാണ് സെലക്ഷൻ. എന്താണ് സെലക്ഷൻ? The selection procedure is related to acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualifications for a specific job and to select the applicant who is most likely to carry out well in that job. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? കൊടുക്കുന്ന ജോലി അല്ലെ, ആ ജോലി നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുന്നവരെ, നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ, എന്താണ് നല്ല എബിലിറ്റീസ്, സ്കില്ലുള്ളവരെ സെലക്ട് ചെയ്യാൻ കഴിയണം അല്ലെ, തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് എന്താ സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെസിഫിക് സ്കിൽസും മറ്റ് എബിലിറ്റീസ് ഉള്ളവരെ കൃത്യമായി സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ എന്താണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെലക്ഷൻ ഇൻവോൾവ്സ് choosing between applicants for jobs and removing applicants who are unsuitable applicants. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? Choosing between applicants for jobs and removing applicants. അതായത് സൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ തിരഞ്ഞെടുക്കുകയും അൺസൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? ആ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുകയും അല്ലാതെ അൺസൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ റിമൂവ് ചെയ്യുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അത് അണ്ടർലൈൻ ചെയ്യട്ടോ. While planning a selection policy, due to consideration should be given to the organization needs, as well as technical and professional extent of selection procedures. എന്താണ്? അപ്പൊ നമ്മളൊരു സെലക്ഷൻ പോളിസി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടൊരു പ്ലാനിങ് ആയിരിക്കണം ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു സെലക്ഷൻ പോളിസി ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഓർഗനൈസേഷൻ നീഡ്സ് അല്ലെ, ഓർഗനൈസേഷന്റെ ആവശ്യകതകള്, നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷന്റെ ആവശ്യങ്ങളും സാങ്കേതികപരമായിട്ടുള്ള വശങ്ങളും, അതുപോലെ തന്നെ എന്താണ് തൊഴിൽപരമായ വ്യാപ്തിയും കാണിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു സെലക്ഷന്റെ
ആ ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ട് അല്ലെ. ഒരു സെലക്ഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ഇന്ന ആൾക്കാരെ ഏതൊക്കെ രീതിയിലായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും മെയിൻ ആയിട്ട് സെലക്ഷൻ നടത്തുന്നത്? ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നതാണ് വ്യക്തവും വളരെയധികം വ്യക്തവും ആ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുമായിരിക്കണം അത് തയ്യാറാക്കപ്പെടേണ്ടതാണെന്ന് അവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ സെലക്ഷൻ എന്താണെന്ന് മാത്രം പഠിക്കാം കേട്ടോ. ബാക്കിയൊക്കെ വായിക്കണം. ഇത് പഠിച്ചു വെക്കാം. സെലക്ഷൻ, വാട്ട് ഈസ് സെലക്ഷൻ? സെലക്ഷൻ ഇൻവോൾവ്സ് ചൂസിംഗ് ബിറ്റ്വീൻ applicants for jobs and removing applicants who are unsuitable applicants. Underline ചെയ്തേണോ അത്? ഓക്കെ, മനസ്സിലായി എന്താണ് സെലക്ഷൻ എന്ന്? എന്താണ് പ്ലാൻ ചെയ്യുമ്പോൾ സെലക്ഷൻ പോളിസി പ്ലാൻ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കൺസിഡറേഷൻ ചെയ്യണം? എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ഓർഗനൈസേഷന്റെ നീഡ്സും ടെക്നിക്കൽ പ്രൊഫഷണൽ എക്സ്റ്റെൻഡ് ഓഫ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, അതായത് എന്താണ് ഓർഗനൈസേഷന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് തിരഞ്ഞെടുക്കൽ പ്രക്രിയയുടെ നടപടിക്രമങ്ങളും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും തൊഴിൽപരവുമായിട്ടുള്ള വ്യാപ്തിയും കണക്കിലെടുത്ത് വേണമെന്ന് ആ ഒരു സെലക്ഷൻ പ്ലാനിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട്, സെലക്ഷൻ പോളിസി പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നോക്കിയ നമ്മള് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. ഒരു എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം ഏതൊക്കെ പ്രോസസ്സിലൂടെ ആയിരിക്കണം കടന്നു പോകേണ്ടത്? ഓക്കെ, പറയട്ടെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. ഏത് വേണമെങ്കിലും പഠിക്കാം കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടുള്ളത് എന്താണ്? ഇന്റർവ്യൂ ആണ് അല്ലെ, സ്ക്രീനിങ് ആണ്. ആളെ നേരെ കണ്ടിട്ട് ആളെ നേരെ കണ്ടിട്ടുള്ള ഒരു നിയമന രീതിയാണ്, സെലക്ഷൻ രീതിയാണ് എന്താ? ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആപ്ലിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഒന്ന് മതി. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ ഫോംസില്? Pointer which helps one to learn about an applicant's background and life history. Applicants in application forms എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുത്തേണ്ടത്? ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഓഫ് ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിന്റെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. Then all conducted interviews to inspect the facts and get at the attitudes of the applicants and his family to the job. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആ കുടുംബം അവരുടെ ഫാമിലിയുടെ ആറ്റിറ്റ്യൂഡ്സ് കൂടെ അല്ലെങ്കിൽ അവരുടെ മനോഭാവവും കൂടിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോംസ് തയ്യാറാക്കപ്പെടുന്നത്. അതായത് ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയതായിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയ ഒരു ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ടായിരിക്കും. അതിലെ എല്ലാ ഡീറ്റെയിൽസും എന്താണ്? ആപ്ലിക്കൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും താങ്കൾ ഈ ജോലിക്ക് വരാനുള്ള കാരണം, ആര് വഴിയാണ്, തനിക്ക് തങ്ങളുടെ വീട്ടുകാർക്ക് താല്പര്യമുണ്ടോ, കുടുംബപരമായി നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്തായിരിക്കും ചിലപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ആപ്ലിക്കേഷൻ ഫോംസിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. എസ് ഓർ നോ ടൈപ്സ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. കണ്ടിട്ടില്ല നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോംസ് കണ്ടിട്ടില്ല? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയ നമ്മളത് ഫില്ല് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ അത് ബോക്സിലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡാഷ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ ഒരു ആപ്ലിക്കൻസിന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടും ലൈഫ് ഹിസ്റ്ററിയും കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോംസ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് ആണ് എന്ത്? ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ ടെസ്റ്റ് അല്ലെ. ഫിസിക്കൽ എക്സാമിനേഷൻ, ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യപ്പെടുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ ആളുടെ ഹെൽത്ത് ഓക്കെ ആണോ, ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഡിസബിലിറ്റീസ് ഉണ്ടോ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ആൾ സ്റ്റേബിൾ ആണോ, ഓക്കെ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചിലപ്പോൾ ഏജ് കാറ്റഗറിയിലുള്ളവരൊക്കെ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുന്നതായിരിക്കും.
കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടി ആ ഒരു ടെസ്റ്റ് പോസിബിൾ ആയിരിക്കും. ആ ടെസ്റ്റ് നിർബന്ധമായും ചെയ്യിക്കും. അല്ലെങ്കിൽ എന്താണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ, ഫിസിക്കൽ എക്സാമിനേഷൻ എല്ലാ ഷെഡ്യൂളിലും അങ്ങനെയുള്ളതാണ്. ആളെ ഹെൽത്ത് ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അടുത്താണ് എന്ത്, ബിഹേവിയറൽ ടെസ്റ്റ്. ആളുടെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അളക്കുന്നതിനുള്ള അല്ലെ പേഴ്സണാലിറ്റി അളക്കുന്നതിനുള്ള കുറച്ച് ടെസ്റ്റസുകൾ അവൈലബിൾ ആയിരിക്കും. ടെസ്റ്റസുകൾ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് to inspect the surface area and get an objective look at candidates' suitability for a job. Candidates' aptness for a job. എന്താണ് തന്നിരിക്കുന്ന ജോലിയിൽ ആൾ ആപ്റ്റ് ആണ്, അവർക്ക് സൂട്ടബിൾ ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുമോ, ആളുടെ ഒരു ഓവറോൾ ലുക്ക് എങ്ങനെയാണ്, ഓവറോൾ മൊത്തത്തിലുള്ള ആളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ആവശ്യമായില്ല. ആ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണ് നമ്മൾ അടുത്ത ഭാഗം വരുമ്പോൾ പഠിക്കും കേട്ടോ. സെലക്ഷൻ പ്രോസസ്സിലെ മറ്റൊരു പ്രോസസ്സാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? റെഫറൻസ് ചെക്ക്. എന്താണ് റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാല്? തന്നിരിക്കുന്ന ഡാറ്റാസുകള് ഫുൾ ആയിട്ട് ആളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്, ഫുൾ ഡാറ്റാസ് ഒന്നുകൂടി റെഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഡാറ്റാസ് ആളുടെ ഫുൾ ഇൻഫർമേഷൻസ് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ, മറ്റ് സർട്ടിഫിക്കറ്റ്സുകള്, മറ്റ് എന്താ ഇൻഫർമേഷൻ ചെക്ക് ചെയ്യുന്ന, അതായത് ആളുടെ സർട്ടിഫിക്കറ്റ്സും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്. ലാസ്റ്റ് എന്താണ്? ഈ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം സ്ക്രീനിങ്ങും ആപ്ലിക്കേഷൻ ഫോംസും ഫിസിക്കൽ എക്സാമിനേഷനും സൈക്കോളജിക്കൽ ടെസ്റ്റും റെഫറൻസ് ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത്, സെലക്ഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഫൈനൽ സെക്ഷൻ. അതായത് അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്. എന്താണ്? അവസാന ഘട്ടത്തിലാണ് മാനേജർ, ഫൈനൽ സെക്ഷനിലാണ് അപ്രൂവൽ നൽകുന്നത്. ഓക്കെ, മാനേജർ ആയിരിക്കും ഡിസിഷൻ തീരുമാനം എടുക്കുന്നത്. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? ഫൈനൽ സെലക്ഷൻ നടത്തി അപ്രൂവൽ കൊടുക്കുന്നത് ആരായിരിക്കും? മാനേജർ ആയിരിക്കും. അവരെ ഡയറക്റ്റ് ആയിട്ട് മാനേജർ ആയിരിക്കും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വന്ന? ഇന്റർവ്യൂ, application forms, physical examination, psychological testing, reference check, and final selection approval. Okay. Okay. Yes. So, നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളായിരിക്കാം? ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ആളുടെ മൊത്തം ബിഹേവിയറൽ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, ഈ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റുകള് സൈക്കോളജിക്കൽ ടെസ്റ്റുകള് കണ്ടക്ട് ചെയ്യുന്നത്. ആസ് പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ, ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകള് കണ്ടക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് categorized into aptitude test, achievement test, personality test and ഇൻട്രസ്റ്റ് ടെസ്റ്റ്. പ്രധാനമായി 4 ടെസ്റ്റുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് tries to test your ability to carry out tasks and react to situations at work. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്? എബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുടെ ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്നതിന് വേണ്ടി, ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാല് ആള് എത്രത്തോളം അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകള് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രൈസ് ടു ടെസ്റ്റ് യുവർ എബിലിറ്റി അളക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇറ്റ്സ് ഇവാലുവേറ്റ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുടെ നോളജ് ആൻഡ് സ്കിൽസ് അല്ലെ, ആളുടെ നോളജ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആൾക്ക് എത്രത്തോളം നോളജ്, എത്ര MBPs ഉണ്ടെന്നുള്ളത്, സ്കിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണ്? ഇറ്റ് മെയിൻലി അസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ പേഴ്സണാലിറ്റി അളക്കുന്ന അല്ലെ, മനുഷ്യ വ്യക്തിത്വം, ആളുടെ പേഴ്സൺ എങ്ങനെയാണ്, ആ ഒരു വ്യക്തി എങ്ങനെയാണെന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? പേഴ്സണാലിറ്റി ടെസ്റ്റ്. Personality testing and assessment refer to technique designed to measure the characteristics, pattern of traits that people show across various situations. എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് എങ്ങനെയാണ്? ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ആളുടെ പാറ്റേൺസ് ഓഫ് ട്രേറ്റ്സ്, ആളുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് കൊടുക്കും അല്ലെ. ആ സിറ്റുവേഷൻ അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ല, ആ ഒരു പേഴ്സണ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യും പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സിറ്റുവേഷൻസ് അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നത് നോക്കിയിട്ടാണ് എന്ത് ആളെ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് ആള് ഏത് രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ആ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് എന്ത് പേഴ്സണാലിറ്റി ടെസ്റ്റില് അർത്ഥമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അടുത്തെന്താണ്? ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഡിറ്റർമിൻസ് എ പേഴ്സൺസ് preferences for specific fields or activities. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ആളുടെ താല്പര്യം എവിടെയാണെന്ന്, ആളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അല്ലെ. ആൾക്ക് ഏത് ഫീൽഡിലാണ്, ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ആൾ കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത്, ഏതിലാണ് ആൾ കൂടുതൽ ഏബിൾ ആയിട്ട് പെരുമാറുന്നത്, ആളുടെ ആക്ടിവിറ്റീസ് ഏതിനോട് കൂടിയിട്ടാണ്, ഏതിലാണ് അയാൾക്ക് താല്പര്യം എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഇൻട്രസ്റ്റ് ടെസ്റ്റുകള് നൽകുന്നത്. അതിന് ആൾക്ക് മുൻഗണന, ഏറ്റവും താല്പര്യമുള്ളത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് എന്താണ് ആക്ടിവിറ്റീസുകൾ കൊടുക്കും. അപ്പൊ അതിൽ ഏതിലാണ് അയാൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൽ ഏതിലാണ് നല്ല രീതിയിൽ അയാൾ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കും. ഓക്കെ, അങ്ങനെയാണ് അവിടെ ആ ഒരു സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് നടത്തപ്പെടുന്നത്? ഏതൊക്കെ ടെസ്റ്റുകളാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആളുടെ എബിലിറ്റീസ്, ആൾക്കൊരു ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ ആളെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നു, അയാളുടെ വർക്ക് എങ്ങനെയാണ്, മനോഭാവം, ആ ഒരു വർക്കിനോടുള്ള മനോഭാവം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്? ഇറ്റ് ഇവാലുവേറ്റ് ഡെവലപ്ഡ് നോളജ് അല്ലെ, ആളുടെ നോളജ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റ് ആണ് എന്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണ്? അസസ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഹ്യൂമൻ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താണ്? Determines a person's preferences for specific field of activities. Okay, മനസ്സിലായോ? 4 ടെസ്റ്റുകളും ക്ലിയർ ആണോ? ഇനി ഓൺ ദ ബേസിസ് ഓഫ് യൂസസ് ഓഫ് ടെസ്റ്റ്, ഈ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടെസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന ടെസ്റ്റിന്റെ അടിസ്ഥാനത്തില് 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടെസ്റ്റുകൾ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റസ്. അത് ആ ടെസ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് നോക്കാം. On the basis of use which tests are put, they may categorized into 3 broad categories. അതിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
ഈ പ്ലേസ്മെന്റിൽ തന്നെ കിടക്കുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിന്റെ ഡെഫിനിഷൻസ് തന്നെയാണ്. അപ്പൊ അത് വെക്കണം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ? These tests are done to select apt candidates for a particular job. എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞേ നിങ്ങള്, അതൊന്ന് വായിച്ചു നോക്കി ഒന്ന് പറഞ്ഞേ. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, ഒരു പർട്ടിക്കുലർ ജോബിന് ആരൊക്കെയാണ് അതിൽ ആപ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് അവരെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ടെസ്റ്റിംഗ് ആണ് എന്ത് സെലക്ഷൻ ടെസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, the testers done to select apt candidates for a particular job. ഏതൊക്കെ ജോലിയിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്? Classification test. Under such tests, special considerations are given to decide on which of several possible assignments a person will be able to do his best. എന്താണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാല്? പല വിധത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ, പല രീതിയിലായിരിക്കും അത് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഏറ്റവും മികച്ചത് ചെയ്യാൻ കഴിയുന്നത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തില് ചില അസൈൻമെന്റ്സുകൾ കൊടുക്കും അല്ലെ. അവർക്ക് അസൈൻമെന്റ്സുകൾ കൊടുത്തിട്ട് എന്താണ് അയാൾക്ക് അതിൽ ഏറ്റവും ഏബിൾ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്താ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ്സുകൾ അദ്ദേഹം ഏബിൾ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്താണ്? പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ it is concerned with assigning a person to different level of work rather than distinctly different types of work class. Different work ഇവിടെ വരെയാണ് കേട്ടോ, ഇവിടെ വരെയുള്ള ഈ സെന്റൻസ് പ്ലേസ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത് ഇവിടെ വരെയുള്ള സെന്റൻസ് ഈ ക്ലാസിഫിക്കേഷൻ സെന്റൻസിന്റെ ആ ഒരു ഇത് ഇവിടെ പ്രിന്റിങ്ങൾ കയറി വന്നിരിക്കുകയാണ്. കണ്ടോ നിങ്ങള്? കണ്ടോ? മുകളിൽ കിടക്കുന്ന ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഇവിടെ തന്നെ കയറി വന്നിട്ടുണ്ട് പ്രിന്റിങ്ങില്. കണ്ടോ? ആ, അതൊന്ന് വെട്ടിയേക്ക് കേട്ടോ. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? assigning a person to different level of works അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾക്ക് പകരം ഒരു വ്യക്തിയെ തമ്മിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക്സ് അയാൾക്ക് ഒരു ടൈപ്പ് ഓഫ് വർക്ക്സ് അല്ല പലതരത്തിലുള്ള വർക്ക്സ് കൊടുത്തിട്ട് അതില് ആൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്താ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓഫ് ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ? പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് അല്ലെ. അയാള് ഒരു വർക്ക് അല്ലാതെ പലതരം ടൈപ്സ് ഓഫ് വർക്ക്സിൽ അയാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെ ടെസ്റ്റുകളാണ്? സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ്. 3 ടെസ്റ്റുകളാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി സി നോക്കിയേ. സി അടുത്ത ടെസ്റ്റിംഗ് ആണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് വ്യക്തിഗതമായിട്ടും ടെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പായിട്ടും ആളെ ടെസ്റ്റ് ചെയ്യും. ഒരേ വ്യക്തിയെ തന്നെ എന്താണ് 2 രീതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണത്?
ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ്, ഇവിടെ ഒരു പോയിന്റ് ഇടണേ, ഇവിടെ ഇങ്ങനെ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടേക്കണേ, ഇവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അണ്ടർലൈൻ ചെയ്യണേ, അല്ലെങ്കിൽ ഒരു ഹൈഫൺ ഇട്ടാലും മതി. Individual test is a test in which a single individual is tested at a time and also observed his behavior carefully throughout the testing period. ഒരാളെ ഒറ്റയ്ക്ക്, ഒരാളെ സിംഗിൾ ആയിട്ട് ആളെ എന്താണ്, ആളുടെ പെരുമാറ്റങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനാണ് എന്ത് ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വ്യക്തിഗതമായിട്ടുള്ള ഒരു പരീക്ഷണം, വ്യക്തിഗതമായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഒരാളെ ഒറ്റയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ സെയിം വ്യക്തിനെ തന്നെ എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ കൊണ്ടുവരും അല്ലെ. അപ്പൊ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രൂപ്പ് ടെസ്റ്റ് ആർ നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ് നടത്തുന്നത് ഒരു ഫോർമാറ്റിന്റെ ബേസിസിലെ കുറച്ച് കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കും ഗ്രൂപ്പ് ടെസ്റ്റ് നടത്തുന്നത് അല്ലെ. ആ ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഗ്രൂപ്പിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, അവിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഇണ്ടാതിരിക്കുകയാണോ, ഒന്നും ചെയ്യാതിരിക്കുകയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് ഗ്രൂപ്പ് ടെസ്റ്റ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു മറ്റു കൂട്ടരുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റു കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നു എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഗ്രൂപ്പ് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ടു റെക്കോർഡ് ഹിസ് ഓൺ റെസ്പോൺസ് ആൻഡ് ക്യാൻ ബി സിമുലേറ്റൻസ്ലി ഗിവൻ ടു എ മെമ്പർ ഓഫ് ഇൻഡിവിജ്വൽ. സിമുലേറ്റൻസ്ലി എന്ന് വെച്ചാൽ എന്താണ്? ഒരേ സമയം, അതായത് ഒരേ സമയം ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയും കൊടുക്കുന്നുണ്ട്, സെയിം ഒരേ സമയം തന്നെ എന്താണ് ആൾക്ക് മറ്റേ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കൊടുക്കും, ഗ്രൂപ്പ് ആയിട്ടുള്ള ടെസ്റ്റസും കൊടുക്കുന്നുണ്ട്. അത് രണ്ടിലും അയാൾ ഒരേ സമയം ഇതേപോലെ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ ഇൻഡിവിജ്വലും ഗ്രൂപ്പ് ടെസ്റ്റസുകളൊക്കെ നടത്തപ്പെടുന്നത്. ഓക്കെ, ആളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റസ്. ഇപ്പൊ പറഞ്ഞ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ആദ്യത്തെ ടെസ്റ്റ് ഏതാണ് വരുന്നത്? ആദ്യത്തെ ടെസ്റ്റ് ഏതാണ്? സെലക്ഷൻ ടെസ്റ്റ്. ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുകളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്താണ്? Several possible assignments a person will be able to do his best. അല്ലെ, സെവറൽ ആയിട്ടുള്ള അസൈൻമെന്റ്സുകൾ കൊടുത്തിട്ട് അയാൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്താ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റുകൾ കൊടുക്കുന്നത്. പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്തിനാണ്? പ്ലേസ്മെന്റ് ടെസ്റ്റ് പേഴ്സൺസ് ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് അല്ലെ, പേഴ്സണിന് ഡിഫറെന്റ് ലെവലുള്ള വർക്കുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻഡിവിജ്വൽ ഓഫ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്തിനാണ്? ഇൻഡിവിജ്വൽ ഓഫ് ഗ്രൂപ്പ് ടെസ്റ്റ് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആ ഒരു പീരീഡ് ആ ഒരു ടാസ്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു, ഒരേ സമയം ആള് ഗ്രൂപ്പായിട്ട് ആ ഒരു ആക്ടിവിറ്റി എങ്ങനെ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഇൻഡിവിജ്വൽ ടെസ്റ്റസും ഗ്രൂപ്പ് ടെസ്റ്റസുകളും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് എന്തെങ്കിലും സംശയം ഉണ്ടോ? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, ആർക്കില്ലല്ലോ. അപ്പൊ ഈ ഇന്റർവ്യൂ എന്താണെന്നും കൂടി നമുക്ക് പറഞ്ഞു വെച്ചിട്ട് ക്ലാസ് നിർത്താം കേട്ടോ. ഇന്റർവ്യൂ എന്താണെന്നും കൂടി നമുക്കറിയാലോ. എന്താണ് ഇന്റർവ്യൂ? ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. വൺ മോർ പേഴ്സൺസ് ക്വസ്റ്റ്യൻ ഓർ അസസ് അനദർ പേഴ്സൺ അല്ലെ, ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാര് ഒരാളെ സെലക്ട് ചെയ്യുന്ന, ഒരാളെ മീറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് അഭിമുഖം നടത്തുന്ന ഒരു അഭിമുഖം നടത്തുന്ന ഒരു പ്രോസസ് ആണ് എന്ത് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. The most widely used selection tool is probably the interview. ഏറ്റവും മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡ് ആണ് എന്ത് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് എന്ത് ഇന്റർവ്യൂ മെത്തേഡ് അഥവാ അഭിമുഖം എന്ന് പറയുന്നത്. It is a most complex section
techniques, since its scope consists of measuring all the relevant characteristics and interpreting and classifying all other information about the applicant. അല്ലെ, ഇതൊരു കോംപ്ലക്സ് സെക്ഷൻ ആണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഭയാനകമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ആപ്ലിക്കന്റിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് മെഷർ ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, മറ്റ് എബിലിറ്റീസ്, സ്കിൽസ്, നോളജസ് എല്ലാരും ആ ഒരു സമയം കൊണ്ട് 50 minutes and 50 minutes, 10 minutes and 10 minutes, അല്ലെ, ആ ഒരു സമയം കൊണ്ട് എന്താണ് എല്ലാം അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് സെക്ഷൻ ആണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അല്ലെ, ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു പേടിയാണ് അതെങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾക്ക് അത്ര ഏബിൾ ആയിരിക്കും, നമുക്ക് അത്ര ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഏബിൾ ആണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു ഇന്റർവ്യൂ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഈ ഇന്റർവ്യൂവിന്റെ ഈ ഒരു ഡെഫിനിഷൻസ് കൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. Interview is defined as a selection technique. Interview is defined as a selection technique which enables the employer to view the total. Interview is defined as a selection technique which enables the employer to view the total. എന്താണ് ഒരാളുടെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്, ഒരു സെലക്ഷൻ ടെക്നിക്കാണ് എന്ത് ഇന്റർവ്യൂ അഥവാ അഭിമുഖം എന്ന് പറയുന്നത്. ഒരാളുടെ ടോട്ടൽ ആയിട്ട് ഒരാളുടെ മൊത്തത്തിലുള്ള എന്താണ് വ്യൂ ദ ടോട്ടൽ എന്ന് പറയുന്നത് ഒരാളുടെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്താ ഇന്റർവ്യൂ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്തിടാം. Individual and directly appraise him and his behavior. എന്താണ് വ്യക്തികളെ പെട്ടെന്ന് തന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് എന്ത് വ്യക്തിയെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രക്രിയയാണ് ഇന്റർവ്യൂ മെത്തേഡ്സ് എന്ന് പറയുന്നത്. And interview attempts to secure a maximum amount of information from the candidates concerning his suitability for the job under consideration. എന്താണ് An interview attempts to secure a maximum amount of information. Interview conduct ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ജോലിയുടെ എബിലിറ്റി, ആ ജോലിയുടെ അനുയോജ്യതയെ കുറിച്ചിട്ട് ആ ആപ്ലിക്കൻസിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ അല്ലെ, അവരുടെ നോളജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ ജോലി എത്രത്തോളം അയാൾക്ക് ചെയ്യാൻ സാധിക്കും, ആളുടെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെയാണ്, അത്തരത്തിൽ പരമാവധി വിവരങ്ങൾ എന്താണ് കാൻഡിഡേറ്റിന് പരമാവധി സൂട്ടബിൾ ആയിട്ടുള്ള വിവരങ്ങള് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ഇത്രയും മതി കേട്ടോ. ഇന്റർവ്യൂ വരെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ, ഇന്റർവ്യൂസ് വരെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.